നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ക്ലെയിം റിജക്ഷൻ ആവാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു പോളിസി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോഴും മേജറായിട്ട് നമുക്ക് ക്ലെയിം റിജക്ഷൻസ് വരുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന്റെ അതിനെക്കുറിച്ച് മറച്ചു വയ്ക്കുന്നതോ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് തെറ്റായി നൽകുന്നതോ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് പല ഡോക്യുമെന്റ്സും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉള്ള രോഗികളുടെ അടുക്കൽ നിന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനുള്ള വെയിറ്റിംഗ് പീരീഡ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ചില ഡിസീസുകൾക്ക് 2 വർഷം തൊട്ട് 3 വർഷമായിട്ടുള്ള കാലാവധി കമ്പനികൾ പറയുന്നുണ്ടാവും. ആ കാലാവധി അതിന് മുമ്പായിട്ട് നമ്മൾ ക്ലെയിമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ക്ലെയിം റിജക്ട് ആവും. പക്ഷേ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് തീർച്ചയായിട്ടും പൂർണ്ണമായും സത്യസന്ധരായിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് ഏജൻസ് അല്ലെങ്കിൽ ഏത് സംവിധാനം വഴിയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഇതൊന്നും ഇതൊന്നും ഇൻഫോം ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റായ കാര്യമാണ്. നിങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് കമ്പനിയോട് തുറന്നു പറഞ്ഞിരിക്കണം. ഏതെങ്കിലും രീതിയിൽ കുട്ടിയായിരുന്ന സമയത്ത് ഒരു സർജറി നടന്നിട്ടുണ്ട്, ബൈപ്പാസ് സർജറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സർജറികൾ വന്നിട്ട്, അല്ലെങ്കിൽ കുട്ടിയായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസീസ് കൊളസ്ട്രോൾ, ഡയബറ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പിന്നീട് അത് കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കമ്പനിക്ക് അതിനകത്ത് സംശയം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവരൊരു ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് നടത്തുന്നുണ്ടാവും. എന്നിട്ട് അതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആ മെഡിക്കൽ ചെക്കപ്പിന്റെ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നോക്കിയ ശേഷമായിരിക്കും നമുക്ക് പോളിസി തരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ പോളിസി ചിലപ്പോൾ റിജക്ട് ആവുന്നുണ്ടാവും. ഒരു സെയിൽസ് ഏജന്റ് ചിലപ്പോൾ ഇതിനകത്തൊക്കെ പറയാൻ നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ നാളെ ഒരു ക്ലെയിം റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏജൻസിനൊന്നും തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും തീർച്ചയായിട്ടും പൂർണ്ണമായും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോളിസി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസോ അല്ലെങ്കിൽ കാര്യങ്ങളോ കൊണ്ടോ റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അതിനകത്ത് മേജറായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡോക്യുമെന്റ്സ് ഗ്യാപ്പ്. അതായത് നമ്മൾ കമ്പനി ചോദിച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഒന്നായിരിക്കും, നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് വേറെ ആയിരിക്കും. ഇതുകൊണ്ടും ക്ലെയിം റിജക്ഷൻസ് വരാം, അല്ല എന്നുണ്ടെങ്കിൽ ക്ലെയിം അപ്രൂവ് ആവുന്നത് ഡിലേ ആകാം. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പോളിസി എടുത്തിരിക്കുന്ന ഒരു ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതെന്താണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലെയിം റിജക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ക്യാഷ്ലെസ് ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തും അവിടെ റീഇംബേഴ്സ്മെന്റിന് പോകാം, ക്യാഷ്ലെസ് ഫെസിലിറ്റി അവിടെ കിട്ടുന്നുണ്ടാവില്ല. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നേരത്തെ വീഡിയോ പറഞ്ഞതുമായി തന്നെ നമ്മളുടെ പ്ലാനിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കമ്പനിക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഇതിനകത്തെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ഏജന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏത് സ്ഥാപനങ്ങൾ മുഖേനയാണെങ്കിലും നിങ്ങൾ പോളിസി എടുക്കുന്നതിന് മുമ്പ് ആ പ്ലാനിനെ കുറിച്ചും ആ കമ്പനിയെ കുറിച്ചും ചെറിയൊരു റിസർച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഏറ്റവും അത്യാവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ പ്ലാനുകളിൽ അല്ലെങ്കിൽ പോളിസികളിൽ നിന്നുള്ള റിജക്ഷൻസ് ഉണ്ടാവില്ല. തുടങ്ങി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ സമയത്ത് രാഹുൽ എന്തുകൊണ്ടാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ചെയ്യാൻ പാടില്ലേ, അതും കൂടി ഇതിനകത്ത് പറയാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതായത് ഞങ്ങള് ഇപ്പോ 22 വർഷമായിട്ട് ഇൻഷുറൻസ് മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥാപനമുണ്ട്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെന്റർ ഹബ്ബ് എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്ക് മെന്ററിങ്, ഇൻഷുറൻസിനെ കുറിച്ച് മെന്ററിങ് മാത്രമല്ല, ഒരു ജോലി സംബന്ധമായിട്ടുള്ള മെന്ററിങ് കൂടി ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആദ്യത്തെ ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു 100 പേർക്കെങ്കിലും ഒരു ജോലി സാധ്യത തുടങ്ങി കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് എൻ്റെ സ്ഥാപനത്തിൽ മാത്രമായിരിക്കില്ല, എൻ്റെ പല സുഹൃത്തുക്കളുടെയും ഇവിടെ ഞങ്ങളോട് ഇത് പറയുന്ന ആൾക്കാരുടെയും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള
30 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്. ഗോൾഡ് ബാങ്കിങ്, ഗോൾഡ് ലോൺ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലേക്കുള്ള വേക്കൻസിയാണ്. പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിൽ ഈ വേക്കൻസി ഉണ്ട്. ഞാൻ ഇതിന്റെ താഴെ അവരുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ടാവും. സെയിൽസ് മാത്രമല്ല, ഓഡിറ്റിങ്ങിനകത്തേക്ക് വേക്കൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻസിലേക്ക് വേക്കൻസീസ് ഉണ്ട്, അക്കൗണ്ടിങ്ങിലേക്ക് വേക്കൻസീസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇത് കൂടാണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉണ്ടാവും. വാഹനം ഓടിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് കൂടുതൽ പരിഗണന ഉണ്ടായിരിക്കുന്നതാണ്. എനർജന്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കമ്പനിയുടെ, കോൺട്രാക്ടിങ് കമ്പനിയുടെ കുറച്ച് വേക്കൻസീസ് ആണ്. സൈറ്റ് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് ബിടെക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ എടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയാണ് അവർ അന്വേഷിക്കുന്നത്. 5 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും മുൻഗണന ഉണ്ടാകുന്നത്. 30,000-ന് മുകളിൽ സാലറി. പിന്നെ നിങ്ങൾ കമ്പനിയിലുള്ള ഇന്റർവ്യൂ, ബാക്കിയുള്ള പ്രോസസ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കമ്പനി സാലറി ഡിസൈഡ് ചെയ്യുന്നത്. എന്തായാലും മിനിമം 30,000 മുകളിലേക്കായിരിക്കും സാലറി വരിക. നമുക്ക് രണ്ടാമതും പ്രൊക്യൂർമെന്റ് അല്ലെങ്കിൽ പർച്ചേസ് മാനേജർ എന്ന് പറയുന്ന വേക്കൻസിയാണ്. ആ വേക്കൻസിയിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ 30,000-ന് മുകളിൽ സാലറി ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസിനും ഇന്റർവ്യൂവിലെ പെർഫോമൻസിനും അനുസരിച്ചായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻസ്, അത് ധാരാളം വേക്കൻസീസ് അവൈലബിൾ ആണ്. 5 വർഷത്തിന് മുകളിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 25,000 രൂപയ്ക്ക് മുകളിലായിരിക്കും സാലറി ഉണ്ടാവുക. പിന്നെ ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അതും ധാരാളം ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് 18,000 രൂപയ്ക്ക് മുകളിലായിരിക്കും സാലറി ഉണ്ടാവുക. ആ ജോലിയിലേക്കും ഈ താഴെ കാണുന്ന ഈ പറയുന്ന വേക്കൻസികളിലെല്ലാം തന്നെ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ CV. അവിടെ നിന്ന് ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ഇതാക്കുന്നുണ്ടാവും. ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് നിങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ഇവർ 8 വർഷത്തിന് മുകളിലായിട്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടിംഗ് രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്. ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന അവരുടേതായിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അയച്ചു കൊടുക്കാം. അല്ല മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.